മദീനയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം മതം ഉപേക്ഷിച്ച് മക്കയിൽ പോയാൽ മക്കക്കാർക്ക് അത് സ്വീകരിക്കാം. സ്വാഭാവികമായും ഒരു കീഴടങ്ങളിൽ ഉടമ്പടി എന്ന് പോലും സംശയിക്കുന്ന ഘട്ടങ്ങളുണ്ടായി. ഉടമ്പടി എഴുതുമ്പോൾ പോലും എതിർപ്പുകളുണ്ടായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയ സമയത്ത് എഴുന്നേറ്റ് മുസ്ലിംകൾ പറഞ്ഞു, ഇല്ല, കാരുണ്യവാനും കരുണാവാരിയുമായ അള്ളാഹുവിന്റെ പേര് ഉച്ചരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അവിടെ ആ പേര് വിട്ടുകയല്ല. അത് കഴിഞ്ഞ് വീണ്ടും കരാർ എഴുതുന്ന സമയത്ത് അബൂജഹൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഓടി വരികയാണ്. ഇസ്ലാം മതം സ്വീകരിച്ചതിന് പേരിൽ മക്കയിൽ വെച്ച് ക്രൂരമായ മർദ്ദനത്തിനിരയായ ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞത്, പ്രവാചകരെ, ഈ കരാർ ഒപ്പിട്ടാൽ ഞാൻ മക്കയിലേക്ക് തിരിച്ചു പോകേണ്ടി വരും, അവരെന്നെ കൊല്ലും, അതുകൊണ്ട് അങ്ങനെ രക്ഷിക്കണം. ഈ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് എന്നെ കൂടി അങ്ങ് സംരക്ഷിക്കണം. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അബൂജഹലിന്റെ പിതാവ് കൂടിയായ സുഹൈൽ എഴുന്നേറ്റ് പറഞ്ഞത് അംഗീകരിക്കാനാവില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് അബൂജഹൽ തിരിച്ചു പോവുക, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന പേര് എഴുതപ്പെടുമ്പോഴും പറഞ്ഞു, ഇല്ല, ഞങ്ങൾ അനുവദിക്കില്ല. റസൂലുള്ളാഹി എന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നാണ് രേഖപ്പെടുത്തുന്നത് എങ്കിൽ പിന്നെ ഈ കരാറിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് അംഗീകരിക്കുകയല്ലേ? പിന്നെ എന്താണ് ഇതിനർത്ഥം? അതുകൊണ്ട് ഞങ്ങൾ അത് അംഗീകരിക്കില്ല, മുഹമ്മദ് ബിനു അബ്ദുള്ള എന്ന് എഴുതി ഒപ്പുവെക്കണം. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സഹാബത്തുൽ കിറാം വാൾ ഊരിയിട്ട് ചോദിച്ചത്, റസൂലുള്ളാഹി വെട്ടണോ? റസൂൽ പറഞ്ഞു, വെട്ടണം, എഴുതിയത് വെട്ടണം, എഴുതിയത് വെട്ടണം. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് എഴുതിയിട്ട് വെട്ടിയിട്ട് കരാർ ഒപ്പുവെക്കുകയാണ്. ഇവിടെ നാം അറിയേണ്ടത്, ലോകത്ത് ഇത്രയേറെ വിട്ടുവീഴ്ചയുള്ള, ഇത്രയേറെ സമാധാനത്തിൽ പ്രാമുഖ്യം നൽകിയ ഒരു ഉടമ്പടി ലോക ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. എന്നിട്ട് മദീന നൽകുന്ന പാഠം എന്താണ്? മദീനയുടെ ഏറ്റവും സവിശേഷത എന്തായിരുന്നു? അയൽവാസി മുസ്ലിമാണെന്നറിഞ്ഞാൽ തൊട്ടടുത്തുള്ളവർ നിർഭയരാകുന്ന അന്തരീക്ഷം, നിർഭയരാകുന്ന അന്തരീക്ഷം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേരള നിയമസഭയിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ലോകത്തെ ഏറ്റവും വലിയ മാനവനീതിയുടെ, സമാധാനത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചത് മദീന ചാർട്ടറാണ്. മദീന ചാർട്ടർ എല്ലാവർക്കും തുല്യമായ നീതി, തുല്യമായ സാധ്യത, സമാധാനം എല്ലാം ഉറപ്പുവരുത്തുകയായിരുന്നു. അയൽവാസി മുസ്ലിമാണെങ്കിൽ ഞാൻ നിർഭയനാണ് എന്ന് അടുത്ത് താമസിക്കുന്നവർക്ക് പറയാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുക. ഇനി നമ്മൾ സ്വയം ചോദിക്കുക, നമ്മുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മളാണ് അയൽവാസി എന്നറിഞ്ഞാൽ മറ്റൊരു മതസമുദായത്തിൽപ്പെട്ടവൻ നിർഭയനാകുന്നുണ്ടോ? നിർഭയനാകുന്നുവെങ്കിൽ നാം വിജയിച്ചിരിക്കുന്നു. അവിടെയാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പൂർണ്ണത കാണേണ്ടത്. അതാണ് മദീന നൽകുന്ന പാഠം. മദീനയിൽ നിന്ന് നമുക്കറിയാം, മക്ക ഫത്ഹിന്റെ സമയത്ത് തിരിച്ചു പോകുമ്പോൾ പോലും പ്രവാചകന്റെ സന്ദേശം സമാധാനത്തിൻ്റെതായിരുന്നു. പ്രവാചകന് വേണമെങ്കിൽ മദീനയിലേക്ക് വന്നതുപോലെയല്ല തിരിച്ചു പോകുന്നത്, രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ടാണ്, പട്ടാള വ്യൂഹത്തോടു കൂടിയാണ്, ആരോടും പ്രതികാരം ചോദിക്കാൻ കഴിയുന്ന കെൽപ്പോടു കൂടിയാണ് പ്രവാചകൻ പോയത്. പക്ഷേ പ്രവാചകൻ ആ രീതിയല്ല സ്വീകരിച്ചത്. അവിടെയും സ്വീകരിക്കുന്നത് എന്താണ്? അബൂ സുഫിയാന്റെ വീട്ടിൽ അഭയം തേടിയവരാരാണോ അവർക്ക് ഞാൻ മാപ്പ് നൽകിയിരിക്കുന്നു. എന്റെ പിതൃവ്യൻ ഹംസയുടെ കരളെടുത്ത് ചവച്ചു തുപ്പിയ ഹിന്ദിന് ഞാൻ മാപ്പ് നൽകിയിരിക്കുന്നു. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. ഇസ്ലാം സമാധാനത്തിൻ്റെതാണ്. ഇസ്ലാം ഒരിക്കലും അക്രമത്തിന്റെ മതമല്ല. ആ സമാധാനത്തിന്റെ മതത്തിന്റെ തനിമയോടുകൂടി സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചവരാണ് കേരളത്തിലെ നദൂത്തുൽ മുജാഹിദീന്റെ പണ്ഡിതന്മാർ. ഏറ്റവും വലിയ പങ്ക് വഹിച്ചവരാണ്. കാരണം മതം എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിനിടയിൽ ജീവിക്കുന്നവർക്കുള്ള ജീവിതക്രമം കൂടിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ മതത്തെ സമൂഹത്തിനിടയിൽ പരിചയപ്പെടുത്തുകയും ഇസ്ലാമിന്റെ നന്മയുടെ മുഖം കേരളത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് പകർന്നു നൽകുകയും ചെയ്തതിൽ വലിയ പങ്ക് വഹിക്കാൻ KNMന്റെ നേതാക്കന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമാധാനത്തിന്റെ സാഹചര്യം ലോകത്തുരുത്തിരിഞ്ഞു വരുന്ന ഈ ഘട്ടത്തിൽ, അനിവാര്യമാകുന്ന ഘട്ടത്തിൽ, ഇസ്ലാമിക സമൂഹത്തിന് ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്കിടയിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുക പലരും പരിശ്രമിക്കുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ജിഹാദിന്റെ മതമാണ്, സമാധാനത്തിന്റെ അല്ല എന്ന് പറയുന്നിടത്ത് ഇസ്ലാം സമാധാനത്തിന്റെ മതമാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട വലിയ ബാധ്യതയാണ് ഈ കാലഘട്ടം ഏറ്റെടുക്കുന്നത്. ഇവിടെ KNM ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യം തീർച്ചയായും ഈ കാലഘട്ടത്തിൽ ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ ദൗത്യമാണ്. എല്ലാ മേഖലയിലും ഇസ്ലാമിന്റെ നന്മയുടെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാവർക്കിടയിലേക്കും അത് എത്തിച്ചു കൊടുക്കാൻ കഴിയണം.
ആ ഒരു സാഹചര്യത്തിൽ ഇതിന് തീർച്ചയായും ഏറെ പ്രസക്തിയുണ്ട്. KNMന്റെ മുജാഹിദ് സംസ്ഥാന ക്യാമ്പയിൻ ഏറെ ഉചിതമായ ഇസ്ലാമിനെ മറ്റ് മതസ്ഥർക്കിടയിൽ നന്മയുടെ മതം എന്നുള്ള നിലയിൽ, സമാധാനത്തിന്റെ മതം എന്ന നിലയിൽ മറ്റുള്ളവർക്കിടയിൽ എത്തിച്ചു കൊടുക്കാൻ തീർച്ചയായും ഈ ക്യാമ്പയിൻ വഴി കൊണ്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. സ്ലാമായി. അടുത്തതായി മുജാഹിദ് സംസ്ഥാന ക്യാമ്പയിന്റെ ഉദ്ഘാടന സമ്മേളനത്തിലെ അധ്യക്ഷ ഭാഷണമാണ്. അതിനു മുമ്പ് സ്റ്റേജിന്റെ വലതുഭാഗത്തുള്ള മുഴുവൻ ആളുകളും മുന്നിലേക്ക്, സ്റ്റേജിന്റെ മുൻവശത്തേക്ക് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മുന്നിലേക്ക് വലതുഭാഗത്തുള്ള വളണ്ടിയേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റേജിന്റെ വലതുഭാഗത്തുള്ള എല്ലാവരെയും പ്രധാന സ്ഥലത്തേക്ക് നീക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ആ ഷെഡിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഷെഡിൽ നിൽക്കുന്ന മുഴുവൻ സഹോദരങ്ങളും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. KNM മുജാഹിദ് സംസ്ഥാന ക്യാമ്പയിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുന്നതിന് വേണ്ടി കേരള മദ്ഹൂത്ത് മുജാഹിദീന്റെ സംസ്ഥാന അധ്യക്ഷൻ TP അബ്ദുള്ള കോയ മദനിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.